നമസ്കാരം. ഇന്ത്യ അങ്ങനെ ഫൈനലിലെത്തി. കാരണം വേറെ ആരും പറയാൻ പറ്റില്ല. നമ്പർ 1 ആള് സഞ്ജു സാംസണാണ്. എന്തായിരുന്നു സഞ്ജു അങ്ങനെയാണ്, സഞ്ജു പോരാ, സഞ്ജു അങ്ങനെ ചെയ്തു, സഞ്ജു കളിച്ചില്ല, സഞ്ജു കിട്ടിയ അവസരം മുതലാക്കിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, 5 കളി കിട്ടിയിട്ട് ആശാൻ ചില സിറ്റുവേഷനിൽ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ കളിയും കളിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ആ സമയത്ത് സഞ്ജു കളിച്ചിട്ടില്ല. പക്ഷേ ഈ വേൾഡ് കപ്പ് തുടങ്ങി 3ാമത്തെ കളി തൊട്ട് ഒരു കളിയിൽ 8 ബോളിൽ 22 റണ്ണ്, അതാണ് തുടക്കട്ടത്. അവിടുന്ന് അങ്ങോട്ട് ആശാൻ സിംബാബ്വെ ആയിട്ടുള്ള കളി, അതുപോലെ വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളിയായിരുന്നു ഏറ്റവും നിർണായകം. കാരണം നമ്മൾ സെമിയിൽ കിടക്കണമെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെ മറികടക്കണം. നെറ്റ് റൺ റേറ്റ് തീരെ ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വിലപ്പെട്ട 97 റണ്ണ്, അത് ഏതൊരാളും സെഞ്ചുറി അടിച്ചാലും അതിനേക്കാൾ മേലെ, അതിക്കും മേലെയാണ് സഞ്ജുവിൻ്റെ ആ ഇന്നിങ്സ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് സെമി ഫൈനലിൽ എത്തി. സെമി ഫൈനലും ഭേദിച്ച് ഇപ്പോൾ നമ്മൾ ഫൈനലിലെത്തി. ഇനി സെമി ഫൈനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ടോസ് കിട്ടി ബാറ്റിങ്ങിന് അയച്ചു. ബാറ്റിങ്ങിന് അയക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സഞ്ജു എന്നൊരു ഹീറോ ആ പരിവേഷം തന്നെയായിരുന്നു. അങ്ങനെ തുടക്കം ആള് ഫസ്റ്റ് ഓവർ 12 റണ്ണ്. അതിൽ സെക്കൻഡ് ഓവറിൽ അഭിഷേക് ശർമ്മ പോയി, കുഴപ്പമില്ല. ആളും ഇഷാൻ കിഷനിൽ നിന്നങ്ങോട്ട് തുടങ്ങി. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കളി. എൻ്റെ ഭഗവാന് അടിയോണ്ടടി. ആളിനൊന്നും ഒരിക്കലും ഇനി ഒരു കളിന്ന് പോലും മാറ്റി നിർത്താൻ പാടില്ല. അത്രയും ഗംഭീര ഇന്നിങ്സാണ് സഞ്ജു സാംസൺ ഇന്നലത്തെ സെമി ഫൈനലിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഓരോ ബാറ്റ്സ്മാൻമാർക്കും ആൾ ഔട്ടാകുമ്പോൾ 160 റണ്ണ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. ആ 89 റണ്ണ് വളരെ വിലപ്പെട്ടതാണ്. 42 ബോളിൽ നിന്ന് 89 റണ്ണ് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ട റണ്ണാണ് എന്നുള്ളത് തെളിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വന്ന ബാറ്റ്സ്മാൻമാർക്കൊക്കെ അത്ര അധികം വലിയ പ്രഷർ ഉണ്ടാവാത്ത രീതിയിൽ തിലക് വർമ്മ കളിച്ചു, ഹൃതിക് പാണ്ഡ്യ കളിച്ചു. പക്ഷെ ദുബെ കളിച്ചു. ദുബെ 43 റണ്ണെടുത്തു. പക്ഷെ ദുബെയും പാണ്ഡ്യയും തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ദുബെയുടെ ഒരു 50 പോയി. എന്നാലും പാണ്ഡ്യ കുറച്ചൊക്കെ നികത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അടിപൊളിയായിട്ട് കളിച്ചു. ഇനി ബൗളേഴ്സിൻ്റെ കാര്യം പറയാം. എന്താ പറയുക, നമ്മൾ ഫൈനലിലെത്തി. എന്നിരുന്നാലും ഈ 7 റണ്ണിന് ജയിക്കാവുന്നൊരു സ്കോറായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണ് സൂര്യ ചില സമയത്ത് ലാസ്റ്റ് ഓവർ ദുബൈക്ക് കൊടുത്തത് എന്തിനാ? വേറെ ആരാ ബോൾ ചെയ്യുക ചോദിച്ചാലും വേറെ 2 ബോള് ഇടയിൽ ദുബൈക്ക് കൊടുക്കാറുന്നില്ലേ? അവസാന ഓവറുകളിൽ എപ്പോഴും ദുബൈക്ക് കൊടുക്കണേക്കാളും നല്ലത്. ദുബൈനെ പറഞ്ഞിട്ട് കാര്യമില്ല, ദുബൈ ഒരു നല്ല ബൗളർ എന്നുള്ള രീതിയിലേക്ക് വരണേ ഉള്ളൂ. അപ്പോഴേക്കും ലാസ്റ്റ് ഓവർ ദുബൈനെ കൊടുക്കണതിൽ എന്തോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടതാണ്. അതായത് അക്സർ പട്ടേലിൻ്റെ ആ വിലപ്പെട്ട ക്യാച്ച് ഹാരി ബ്രൂക്ക് പോയത്, അതുപോലെ തന്നെ അവസാനത്തെ ഓവറിൽ അക്സർ തട്ടിയിട്ടിട്ട് ദുബൈ എടുത്ത ക്യാച്ച്, ഇത് രണ്ടുമാണ് കളി നിർണയിച്ചത്. അവസാനത്തെ ഓവർ ബൂംറയുടെയും അർഷദീപിൻ്റെയും പാണ്ഡ്യയുടെയും മാരകമായ ചില ഓവറുകളും നമ്മൾ രക്ഷപ്പെട്ടതാണ്. എന്തായാലും ജയിച്ചു. ഇനി ഫൈനലിൽ അത് അടിപൊളിയാക്കണം. സഞ്ജു സാംസൺ തന്നെ നമ്മുടെ തുരുപ്പിച്ചിട്ട് എത്ര റെക്കോർഡുകളാണ് ആൾ കോഹ്ലിയുടെ ഒപ്പം എത്തി. അങ്ങനെ ഓരോ റെക്കോർഡ്. ഇനിയും ആൾക്ക് മുന്നോട്ട് പോകാനുള്ള ശരിക്കും ഒരു ഹീറോ. അപ്പോൾ അടുത്ത ഫൈനലിൽ നമ്മൾ ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള ഫൈനലിൽ വീണ്ടും നമ്മൾ ജയിച്ച് കപ്പുമായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.